ഇന്നലെ വന്നു കഴിഞ്ഞു. 99.06%. ആ രീതിയിലാണ് നമ്മുടെ SSLCയുടെ റിസൾട്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ ഒരു അനുമോദനം, SSLCയുടെ മികച്ച വിജയത്തിന്റെ അനുമോദനം സാധാരണഗതിയിൽ അപ്രസക്തമാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി മലയാളികളെ സംബന്ധിച്ച് ഏറെ അനുകൂലമായ സാഹചര്യത്തിൽ നിന്ന് വളർന്നു വന്ന് ഈ പറയുന്ന എല്ലാ സൗകര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഉന്നത വിജയം വാങ്ങി 99.06% വിജയിക്കുക എന്നതിൽ നിന്ന് വ്യത്യസ്തമായി മലയാളിയല്ലാത്ത ഒരു കുട്ടി, ബീഹാറുകാരൻ, തന്റെ ജീവിത പ്രാരബ്ധങ്ങളുമായി മലയാള കരയിലേക്ക് തൊഴിലെടുത്ത് ജീവിക്കാൻ വേണ്ടി വന്ന ഒരു കുടുംബത്തിലെ അംഗം. സാധാരണത്തിൽ നമുക്കറിയാം, അത്തരം കുടുംബത്തിലെ അംഗങ്ങൾ ചെറുതും വലുതുമായ എല്ലാ കുട്ടികളും ഇവരോടൊപ്പം തന്നെ പണിസ്ഥലത്ത് ജോലിയെടുക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കാണാറുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ പ്രതികൂലമായ സാഹചര്യങ്ങളൊക്കെ മറികടന്നിട്ട് നമ്മുടെ നാട്ടില്, നമ്മുടെ മലയാളം മീഡിയത്തിൽ പഠിക്കുകയും നമ്മോടൊപ്പം, നമ്മുടെ കുട്ടികളോടൊപ്പം ചേർന്ന് പഠിക്കുകയും ഉന്നതം എന്ന് തന്നെ നമുക്ക് പറയാവുന്ന രീതിയിലുള്ള വിജയം കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു A+ ഉണ്ട്, 3 A ഉണ്ട്, പിന്നെ B, C അങ്ങനെ പോകും. അപ്പം സയൻസിലാണ് C ഒക്കെ വന്നിട്ടുള്ളത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളിൽ വളർന്നു വന്ന ഒരു കുട്ടി എന്നാണ് നമുക്ക് തള്ളേണ്ടതാണ്. അതൊക്കെ പരിഗണിക്കുമ്പോൾ തന്നെ അതിന്റെ വ്യത്യസ്തമായ വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട് പ്രിൻസിനെ സംബന്ധിച്ച്. പ്രിൻസ് താക്കൂർ അല്ലേ? താക്കൂർ എന്നൊക്കെ കേട്ടാൽ നമ്മൾ വലിയ ഇത്ര വീശയിലുള്ള വലിയ ആളുകളെയൊക്കെ സിനിമയിൽ കാണാൻ, ഹിന്ദി സിനിമയിൽ താക്കൂർ എന്നൊക്കെ പറയും. അപ്പോൾ കാണുമ്പോൾ ആ താക്കൂറിൽ നിന്ന് വളരെ വ്യത്യസ്തമായൊരു താക്കൂറാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, SSLC പരീക്ഷയായ ദിവസം പോലും നാടകം കളിച്ച ഒരു പ്രതിഭയാണ്. അപ്പൊ ഈ നാടകം അരങ്ങിലെത്തിക്കണമെങ്കിൽ അതിന്റെ പിന്നണിയിൽ എല്ലാ ദിവസവും അതിന്റെ റിഹേഴ്സൽ ഉണ്ടാവും. നമുക്കറിയാം, നാടക പ്രവർത്തകർക്ക് അറിയാം. അപ്പൊ എല്ലാ ദിവസവും നാടകത്തിന്റെ റിഹേഴ്സലിന് പോയി ഈ സാഹചര്യങ്ങളൊക്കെ മറികടന്നിട്ട് ഒരു വിജയം വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ ഒരു വിജയം തന്നെയാണ്. പഠനത്തിനും ജോലിക്കും കലാപ്രവർത്തനങ്ങൾക്കുമിടയിൽ SSLC പരീക്ഷ എഴുതിയ ബീഹാറിയായ നിർധന വിദ്യാർത്ഥിക്ക് തിളക്കമാർന്ന വിജയം. ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പരീക്ഷ എഴുതിയ പ്രിൻസ് കുമാറാണ് അഭിമാനാർഹമായ വിജയം കൊയ്ത് നാട്ടുകാരുടെയും വിദ്യാലയത്തിന്റെയും അരുമയായത്. ഹിന്ദിയിൽ A+ നേടിയ പ്രിൻസിന് മലയാളമടക്കം 4 വിഷയങ്ങളിൽ A ഗ്രേഡ് ഉണ്ട്. സ്കൂൾ നാടകങ്ങളിലും ശാസ്ത്ര നാടകങ്ങളിലും അഭിനയിച്ച് ഏറെ പ്രശംസ നേടിയ ഈ കലാകാരൻ സ്കൂൾ യുവജനോത്സവത്തിൽ ജില്ലാതലത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയിട്ടുണ്ട്. ജോലി തേടി കേരളത്തിലെത്തിയ ഒരു ബീഹാറുകാരന്റെ തന്നെ സംഭവബഹുലമായ കഥ പറയുന്ന മാഹി നാടകപുരയുടെ രമണം എന്ന നാടകത്തിൽ അഭിനയിച്ചു വരികയാണിപ്പോൾ. അഭിമാനകരമായ വിജയം കൊയ്ത പ്രിൻസ് ഡാക്കൂറിന് നെടുമ്പ്രം കലാഭവനിൽ നാട്ടുകാർ സ്നേഹാദരം നൽകി. ഒരു സ്ഥലത്ത് കിട്ടാത്തൊരു സ്നേഹം ഒരു സ്ഥലത്തും കിട്ടുമ്പോൾ വല്ലാത്തൊരു കൗതുക. ആ ഒരു കൗതുകത്തോടെ ഞാൻ പറയാൻ പോയാൽ വെച്ചാല്, ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഈ മാഹി നാടകപുരയിൽ വന്നാൽ ഒരു ഇത് കിട്ടും. ഫസ്റ്റ് ടൈം വന്നപ്പോൾ എനിക്ക് വലിയൊരു പിടുത്തം തോന്നിയിട്ടായിരുന്നു. രണ്ടാമത് വരാമെന്നൊരു ഒരു ആകൃതി എന്ന് പറയാൻ ആർത്തി, ആ സംഗതി ഇല്ലേനും. പിന്നെ ആവർത്തിച്ച് വന്നപ്പോൾ ഒരു ഇഷ്ടം, എല്ലാവരും പരിചയപ്പെട്ടപ്പോൾ ഇഷ്ടം കൂടി, പിന്നെ വന്നു തുടങ്ങി. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഈ ഒരു സ്നേഹം തരുന്നുണ്ട്. ആ സ്നേഹത്തിന്റെ ഒരു ഇവിടെ ഉള്ള രീതി ഉണ്ടല്ലോ, മധുരത്ത ഓ മീഠാപ്പൺ बहुत ज्यादा है मेरे दिल में अभी. പിന്നെ പറയാൻ തന്നെ വാക്കില്ല. നല്ലൊരു മനസ്സിലൊരു ഇതുണ്ട്. അനുമോദന സമ്മേളനം ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK രമ്യ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ വിജയം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള അനുമോദനങ്ങൾ ഫസ്റ്റ് തുടങ്ങുന്നത്. ഏതായാലും ഈ ഒരു അനുമോദനത്തിന് വേറെ മാധുര്യമുണ്ട്. ഫുൾ A+ അല്ലാതെയും അതോടൊപ്പം തന്നെ A+നേക്കാട്ടും മധുരമുള്ള ഒരു വിജയം സമ്മാനിച്ച പ്രിൻസിനെ അനുമോദിക്കുക. അതോടൊപ്പം അതായത് പരീക്ഷയോടൊപ്പം അക്കാദമിക് നിലവാരത്തിനോടൊപ്പം തന്നെ കായിക മത്സരങ്ങളുടെയോടൊപ്പം പ്രവർത്തിച്ചു വരുന്ന
ഒരു പ്രതിഭയെ ആദരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടുണ്ട്. സുനിമാഷ് ഇവിടെ പറഞ്ഞു വെച്ചതിന്റെ തുടക്കം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ജീവിതമെന്ന് പറയുന്നത് മുഴുവൻ A+ കിട്ടിയ കുട്ടിയുടെ മാത്രമല്ല ഈ ലോകമെന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കുറേ ആള് ഓടുമ്പോൾ 2-3 പേര് അല്ലെങ്കിൽ കൂട്ടത്തോടെ ഓടുമ്പോൾ ഒരാൾ ജയിക്കുന്നത് മറ്റൊരാള് തോറ്റു കൊടുക്കുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരിക്കലും ജയം ഒരാൾക്ക് അനിവാര്യമാവില്ല. അതുകൊണ്ട് തോറ്റു കൊടുക്കുന്നത് കൊണ്ടാണ് ഒരാൾ വിജയിക്കുന്നത് എന്ന്. അപ്പൊ അതുപോലെ കൂടെ കുറെ ആൾ ഓടിയത് കൊണ്ടാണ് ജയിച്ച് ഒരാൾ ജയിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കൂടെ കൂടിയ തോറ്റവരെയും ജയിച്ചവരെയും കൂടിയാണ് ഈ ലോകം എന്ന് പറയുന്നത്, ഈ സമൂഹം എന്ന് പറയുന്നത്. ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ A+ കിട്ടിയവനും A+ കിട്ടാത്തവനും ഉള്ള അന്തരം നമ്മൾ കുറേ വായിച്ച് മനസ്സിലാക്കുമ്പോൾ ഇന്നത്തെ തലമുറ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് രക്ഷിതാക്കളായിട്ടുള്ള നമുക്ക് തിരിച്ചറിവില്ലെങ്കിൽ നമുക്ക് നാളത്തെ ഭാവി തലമുറ നമ്മോട് പ്രതിബദ്ധതയില്ലാത്ത അല്ലെങ്കിൽ സമൂഹത്തോട് പ്രതിബദ്ധതയില്ലാത്ത ഒരു തലമുറയായി മാറുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. BPC സുനിൽ ബാൽ അധ്യക്ഷത വഹിച്ചു. ഇന്നലെയും കഴിഞ്ഞ 2 ദിവസമായി, ഇന്നലെ മിഞ്ഞാന്നുമായി കേരളം മൊത്തം ആഘോഷത്തിന്റെ തിരക്കാണ്. നമ്മുടെ സോഷ്യൽ മീഡിയയിലായി കഴിഞ്ഞാൽ ശരി, പൊതു ഇടങ്ങളിലായ ശരി, ഫ്ലക്സ് ബോർഡും അതേപോലെ തന്നെ പോസ്റ്ററും ഒക്കെ ആയിക്കൊണ്ട് മലയാളികൾ ആഘോഷിക്കുകയാണ് നമ്മുടെ കുട്ടികളുടെ വിജയം, SSLC +2 കുട്ടികളുടെ വിജയം. ഈ വിജയത്തോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് ഇന്നലെ ഞാൻ തോന്നുന്നു ഫേസ്ബുക്കിൽ വന്നൊരു പോസ്റ്റാണ്. ഒരു അബ്ദുള്ള എന്ന് ഇങ്ങനെ പറഞ്ഞ വ്യക്തിയുടെ പോസ്റ്റ് ഉണ്ടായി. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്റെ മകന് A+ ഇല്ല, അവൻ പൂച്ചക്ക് പാല് കൊടുക്കാറുണ്ട്, പക്ഷികൾക്ക് വെള്ളം കൊടുക്കാറുണ്ട്, കൂട്ടുകാരോടൊത്ത് ചേർന്ന് കളിക്കാറുണ്ട്, അച്ഛനെയും അമ്മയും സഹായിക്കാറുണ്ട്, നാട്ടിലെ കൂട്ടായ്മകളൊക്കെ നല്ല രീതിയിൽ ഇടപെടാറുണ്ട്, അവന് ധാരാളം സുഹൃത്തുക്കളുണ്ട്. എന്റെ മകനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇതാണ് യഥാർത്ഥ അഭിനന്ദനം. A+ എന്ന് പറയുന്ന അക്കാദമിക വിജയത്തിനേക്കാളും അപ്പുറത്ത് ഒരു വലിയ സാമൂഹിക ബന്ധത്തിന്റെ ഉടമയാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം. നമ്മുടെ പ്രിൻസിനെ കുറിച്ച് പറയുമ്പോഴും അത് തന്നെയാണ്. നമ്മുടെ മറ്റൊരു ദേശത്ത് നിന്ന് ഇവിടത്തേക്ക് കടന്നു വരികയും ഈ പ്രദേശത്തിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി മാറുകയും പ്രത്യേകിച്ച് മാഹി നാടകപ്പുരയുടെ പ്രധാനപ്പെട്ട നായക നടന്മാരിൽ ഒരാളാവുകയും ഒക്കെ ചെയ്തിട്ടുള്ള പ്രിൻസിന്റെ A+ വിജയത്തിനേക്കാളും അപ്പുറത്താണ് ഇന്നത്തെ ഈ ഒരു അനുമോദനവും ഈ വിജയവും ഒക്കെ തന്നെ. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ചാലക്കര പുരുഷു, നാടക ചലച്ചിത്ര നടൻ രാജേന്ദ്രൻ തായാട്ട, നടൻ TT മോഹനൻ, ആർട്ടിസ്റ്റ് രാജേന്ദ്രൻ ചൊക്ലി, ഗീത സുരേഷ് എന്നിവർ സംസാരിച്ചു. ഉത്തരേന്ത്യയിൽ നിന്ന് നമുക്കൊരു വരദാനം പോലെ ലഭിച്ചിട്ടുള്ള ഈ ഒരു രാജകുമാരന്റെ പ്രിൻസിന്റെ മുന്നിൽ ഒരു വിജയാഹ്ലാദത്തിൽ പങ്കാളിയായി നിൽക്കുമ്പോൾ മനസ്സ് ആത്മനിർവൃതി കൊള്ളുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഈ കേരളം അന്യസംസ്ഥാന തൊഴിലാളികൾ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയില്ല. നമുക്കൊരു ഓണം കൂടണമെങ്കിൽ പൂക്കളൊക്കെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമ്മുടെ മാർക്കറ്റുകളിൽ, വീടുകളിൽ എത്തിച്ചേരുന്നത്. ഒരു വിഷു ആഘോഷിക്കണമെങ്കിൽ അങ്ങ് മറുനാട്ടിലെ ശിവകാശിയിലെ പടക്കങ്ങളും മറ്റ് സംസ്ഥാനങ്ങളിലെ പച്ചക്കറികളൊക്കെ തന്നെ വേണം. ഒരു പാലം പണിയണമെങ്കിൽ, ഒരു കെട്ടിടം നിർമ്മിക്കണമെങ്കിൽ എല്ലാറ്റിനും നമുക്ക് അന്യസംസ്ഥാന തൊഴിലാളികൾ കഴിഞ്ഞ 3 പതിറ്റാണ്ടുകൾക്കിടയിൽ സംഭവിച്ച ഒരു വലിയ മാറ്റമാണ്. ഇപ്പോൾ പ്രിൻസ് ഇവിടെ എത്തിച്ചേരുന്നത് 10 വർഷങ്ങൾക്ക് മുമ്പാണ്. നമ്മുടെ നാട്ടിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലെ ഒരു മാപ്പിള LPU സ്കൂളിൽ ചേർന്നുകൊണ്ടാണ് മലയാളം പഠിക്കാൻ ഈ വിദ്യാർത്ഥി തയ്യാറാകുന്നത്. അവിടെ നിന്ന് പഠിച്ച് വലിയവനാകണം എന്ന ഉത്കടമായിരിക്കുന്ന ഒരാഗ്രഹത്തിന്റെ പുറത്താണ് ഏറെ പണിപ്പെട്ട് നമുക്ക് മലയാളികൾക്ക് ഹിന്ദിയും ഇംഗ്ലീഷും തമിഴടക്കമുള്ള അന്യഭാഷകൾ പഠിക്കാൻ എളുപ്പമാണ്. പക്ഷേ അവർക്ക് തിരിച്ച് ഒരു ആന്ധ്രക്കാരന് മലയാളം പഠിക്കാൻ ഏറെ ബുദ്ധിമുട്ടാണ്. ഹിന്ദിക്കാരന് മലയാളം വശമാവില്ല. ഏറെ പ്രയാസമുണ്ട്. പക്ഷേ ഈ പ്രതിസന്ധികളെല്ലാം മറന്നുകൊണ്ട്, അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് മലയാളത്തിൽ A ആണ്,
ഹിന്ദിയിൽ തന്റെ മാതൃഭാഷയിൽ A+ നേടിയപ്പോൾ മലയാളത്തിൽ തൊട്ടു പിറകെ A നേടാൻ A ഗ്രേഡിൽ എത്തി നിൽക്കാൻ പ്രിൻസിന് കഴിഞ്ഞിട്ടുണ്ട്. നാട്ടിലേക്കാട്ടും കൂടുതൽ ഇഷ്ടം കേരളത്തിൽ ഇവിടെയാണെന്നത്. അവിടെ പറഞ്ഞത് അവിടെ ജാതിഭേദത്തിൻ്റെ ഒക്കെ ഇതൊക്കെ അവിടെ കാണിക്കും, അങ്ങനെയുള്ള പ്രദേശമാണ്. പക്ഷെ കേരളത്തിൽ അങ്ങനെയൊന്നുമില്ല, കേരളത്തിൽ എല്ലാവരും സമന്മാരാണ്. അതൊരു തന്നെ ഒരു വലിയൊരു കാര്യമാണ്. കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലം അങ്ങനെ ആയതുകൊണ്ട് തന്നെ അതെല്ലാം നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പ്രിൻസിന് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ. അതുകൊണ്ട് നേരത്തെ രാജേന്ദ്രൻ നായരുടെ പറഞ്ഞതിലോട്ട് നന്നായി പഠിക്കുക, അതുപോലെ തന്നെ നാടകം ഇതുപോലെ നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. നല്ലൊരു ചെന്നൈയിലെത്തിയപ്പോൾ വൈകിപ്പോയി, ആ ട്രെയിന് പോയി. എന്നിട്ട് അവിടുന്ന് വളരെ കഷ്ടപ്പെട്ടിട്ട് ബീഹാറിലേക്ക് പോയി. ഏതെല്ലോ ട്രെയിനിൽ നിന്ന് ബാത്റൂമിലേക്ക് നിന്നിട്ട് പോയി. അപ്പോൾ തിരിച്ച് എന്നോട് പറയുന്നത് എനിക്ക് ഇങ്ങോട്ട് ടിക്കറ്റ് ഒന്ന് ബുക്ക് ചെയ്ത് തരാൻ പറ്റുമെന്ന്. നോക്കി പറ്റിയില്ല. ബീഹാറിൽ നിന്ന് ചൊവ്വാഴ്ച ഒരു ട്രെയിനാണ് എൻ്റെ വീട്ടിലേക്ക് എന്നുള്ള ആ ട്രെയിന് ടിക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ടിക്കറ്റ് എടുത്തിട്ട് റിസർവേഷൻ തന്നെ അവിടുന്ന് സ്റ്റേഷനിൽ ടിക്കറ്റ് എടുത്തിട്ട് ടിറ്റിനെ കണ്ടിട്ടൊന്ന് സങ്കടം പറഞ്ഞു നോക്ക്. എന്തെങ്കിലും അയാളൊരു ഇത് പാലക്കാട് റെയിൽവേ സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞ് ഇവിടെ പാലക്കാട് ഇവിടെയല്ല നമുക്ക് ചെയ്യാൻ പറ്റും, അവിടെ ഈ എമർജൻസി കോട്ട തരാൻ പറ്റില്ല, അവിടെ ടിറ്റിയോട് പറഞ്ഞാൽ മതിയെന്ന്. പിന്നെ അതുപോലെ ടിക്കറ്റ് എടുത്ത് പക്ഷെങ്കിൽ ടി സമ്മതിച്ചില്ല. ബാത്റൂമിൻ്റെ അവിടെ ഇരുന്നിട്ടാണ് ചെന്നൈയിൽ വരുന്നത്. അപ്പോൾ ചെന്നൈയിൽ ഇങ്ങോട്ടുള്ള ടിക്കറ്റ് ഞാൻ റിസർവ് ചെയ്ത് കൊടുത്തു. നിർഭാഗ്യം എന്ന് പറയട്ടെ, ആ ട്രെയിനും 2 മണിക്കൂർ ലേറ്റ്. ചെന്നൈയിൽ ഇതേ അവസ്ഥ. തലശ്ശേരിക്ക് വരുന്നു, ടിക്കറ്റ് ഇല്ലാതെ ബാത്റൂമിലേക്ക് ഇരുന്നിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ട് ഈ നാടകത്തോടുള്ള ഒരു ആത്മാർത്ഥതയാണ് പറയുന്നത്. ഈ നാടകം ഒരു കളി കളിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. പിന്നെ പ്രിൻസ് വണ്ടി ഓട്ടാനൊക്കെ അറിയാം. ഞാൻ ചോദിച്ചു എനിക്ക് ലൈസൻസ് എടുക്കാറിടാന്ന് പറഞ്ഞു. ഇല്ല, അതെൻ്റെ സ്വന്തം കാശുകൊണ്ട് ഞാൻ ലൈസൻസ് എടുക്കുന്നത്. ഈ 2 പ്രത്യേകതയാണ് ഞാൻ കണ്ടത്. ഈ നാടകത്തോടുള്ള ആത്മാർത്ഥതയും അതുപോലെ സ്വന്തം കാശുകൊണ്ട് മാത്രമേ ഞാൻ വണ്ടീൻ്റെ ലൈസൻസ് എടുക്കൂ, അച്ഛനോടൊന്നും പറയില്ല. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഡയലോഗ്. വണ്ടിമേൽ ഇങ്ങനെ പോകുമ്പോൾ തമാശക്ക് ഇങ്ങനെ പറഞ്ഞിട്ടാണെങ്കിലും എനിക്ക് അറിഞ്ഞൂടാ. നമ്മളെ കോസ്റ്റ്യൂമിന്റെ കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് ആ റൂമിൽ നിന്നാണ് ആളെ മേക്കപ്പ് ചെയ്തിട്ട് പോന്നു. ഞാൻ നാടകം കാണാൻ പോയപ്പോൾ നല്ലൊരു കുട്ടി. അപ്പോൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു കഴിഞ്ഞ വർഷത്തെ മികച്ച നടനായിരുന്നു എന്ന് അറിയാൻ പറ്റി. അതുപോലെ തന്നെ നാടകപ്പുരയിലേക്ക് ഈ കുട്ടി വന്നപ്പം മറ്റുള്ളവരിൽ നിന്ന് ഒരു എന്തോ ഒരു ഇഷ്ടം, ഒരു കൗതുകം. ഇടവേളകളിലെല്ലാം സംസാരിക്കും, എൻ്റെ വീട്ടുകാര്യങ്ങൾ, നാട്ടുകാര്യങ്ങൾ ഒക്കെ സംസാരിക്കുന്ന കൂട്ടത്തിൽ മോനാട്ടം പറഞ്ഞ അവൻ്റെ ചില കാഴ്ചപ്പാടുകൾ ഭയങ്കര നമുക്ക് ഭയങ്കര ചില അവൻ പറയുന്നൊരു കാര്യം. എനിക്കിപ്പം സാധാരണ 15-16 വയസ്സിലാണ് SSLC എഴുതുക. പക്ഷെ അതിനേക്കാളും 2 വർഷം ഞാൻ അവിടെ പഠിച്ചിട്ടുണ്ടായി. അപ്പോൾ അവിടത്തെ എഡ്യൂക്കേഷൻ മോശമായതുകൊണ്ടാണ് അച്ഛനും അമ്മയും കേരളത്തിലോട്ട് നമ്മളെ കൂട്ടി വന്നതെന്നാണ് അവൻ പറഞ്ഞു. അത് വലിയൊരു കാര്യമല്ലേ. അപ്പോൾ അവരിവിടെ ചേർത്തു. ഏച്ചി UPSC ആസ്പിരൻ്റാണ്. അത് എന്താ പറയുക, ഡൽഹിയിലാണ് ഇപ്പോൾ പഠിക്കുന്നത്. അവനും എന്നോട് പറഞ്ഞു ഞാനും ഡൽഹിയിലേക്ക് പോവുകയാണ്, +2 അങ്ങോട്ടേക്കാണെന്നാണ് പറഞ്ഞേതായാലും. പിന്നെ അതുപോലെ നാടകം റിഹേഴ്സൽ, നമ്മളെ റിഹേഴ്സൽ കൂത്തുപറമ്പ് സ്റ്റേഡിയത്തിലായിരുന്നു. അപ്പം നാടകത്തിന്റെ തലേ ദിവസം, പരീക്ഷയുടെ തലേ ദിവസം ആള് പിന്നെ പുസ്തകവും കൊണ്ടുവന്ന്, അല്ല പുസ്തകമല്ല ഫോണും കൊണ്ടുവന്ന് നമ്മൾ റിഹേഴ്സൽ എടുക്കുമ്പോൾ ഓന്റെ സീനാകുമ്പോൾ ഓടി വരും. അത് കഴിഞ്ഞ് ഏതെങ്കിലും മൂലയിൽ ഇരുന്നിട്ട് ഏതെങ്കിലും ഒരു ക്ലാസ് കാണും. അപ്പം ഞാൻ പറയാ, കേരളത്തിൽ ഒരു രക്ഷിതാവും പഠിക്കുന്ന കുട്ടിയായാലും പഠിക്കാത്ത കുട്ടിയായാലും SSLC പരീക്ഷയുടെ തലേ ദിവസം നാടകം കളിക്കാൻ വിടുമെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. അതൊരു വലിയൊരു പ്ലസ് പോയിന്റാണ്. ഒരു സാമൂഹിക ചരിത്രമുണ്ട്, ഒരു സാംസ്കാരിക ചരിത്രമുണ്ട്, ഒരു സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ ബോധവുമുണ്ട്. അതുകൊണ്ടാണ് അമാവാസിയെ പോലുള്ളവരൊക്കെ കേരളത്തിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്തിപ്പെട്ടത്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് നമ്മുടെ പ്രിൻസ് താക്കൂർ. മിടുക്കനാണ്. സ്കൂൾ ദിനോത്സവത്തിൽ മികച്ച നടനുള്ള സമ്മാനം നേടുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഞാനൊക്കെ നടനായി വന്നതിന് ശേഷം നാടകത്തിൽ അഭിനയിച്ച് ഒരുപാട് കാലം കഴിഞ്ഞതിന് ശേഷമാണ് ചെറിയൊരു സമ്മാനമൊക്കെ കിട്ടിത്തുടങ്ങി. അപ്പം നമുക്കറിയാം അരങ്ങിന്റെ വേദന എന്താണെന്നറിയാം, അരങ്ങിന്റെ നൊമ്പരങ്ങൾ അറിയാം. പക്ഷെ വളരെ ചെറുപ്പത്തിൽ തന്നെ
സ്കൂൾ വിനോത്സവത്തിലെ നാടകത്തിൽ വന്നിട്ട് അതിനുശേഷം എത്തിപ്പെട്ടത് മാഹി നാടകപ്പുര പോലുള്ള വളരെ പ്രഗത്ഭമായ നാടകത്തെ വളരെ സീരിയസ് ആയി കാണുന്ന ഒരു വിഭാഗത്തിന്റെ കൂടിയാണ്. അതാണ് പ്രിൻസിന് ഏറ്റവും അധികം പ്ലസ് പോയിന്റ് ആയിട്ട് നിൽക്കുന്നത്. ഈ നാടകപ്പുരയുടെ പറയാനുള്ളത് പ്രിൻസ് ഒരു നടനല്ല, അതിനപ്പുറത്ത് അയാളൊരു സെറ്റ് ഡിസൈനർ കൂടിയാണ്. നല്ലൊരു സെറ്റ് ഡിസൈനർ അദ്ദേഹത്തിനുള്ളിലുണ്ട് എന്ന് തോന്നുകയാണ്. വേണമെങ്കിൽ നമുക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ അദ്ദേഹത്തെ കൊണ്ട് സെറ്റുകൾ ഉണ്ടാക്കാനുള്ള ഐഡിയാസ് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ഭംഗിയായിട്ട് അത് നിർവഹിക്കുമെന്ന് എനിക്ക് തോന്നുകയാണ്. ഞാനൊക്കെ നാടകം പഠിച്ച ആളാണ്, 3 കൊല്ലം നാടകത്തെക്കുറിച്ച് പഠിച്ച ആളാണ്. പഠിച്ചതിന് ശേഷമാണ് അഭിനയം അതുപോലെ തന്നെ നാടകത്തിന്റെ മറ്റ് മേഖലകളിലൊക്കെ തന്നെ വ്യാപരിച്ചു തുടങ്ങിയത്. പക്ഷേ ഇവിടെ ഇരിക്കുന്നവർ പലരും എന്നെക്കാൾ മികച്ചവരാണ്. ഒന്നും പഠിക്കാതെ സ്വന്തം സിദ്ധികൾ കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ലോകമുണ്ടല്ലോ, ആ ലോകമാണ് ഈ നാടകത്തിന് ആവശ്യം. ഞാൻ പലപ്പോഴും പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അശോകൻ കതിരൂരിനെ കുറിച്ച് ഒന്നും പഠിച്ചില്ല, അക്കാഡമിക്കലായിട്ട് ഒന്നും പഠിക്കാത്ത ഒരു പ്രിയപ്പെട്ട കലാകാരനായിരുന്നു അശോകൻ കതിരൂർ എന്ന് പറയുന്നത്. ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുന്ന കാലത്ത് പലപ്പോഴും ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകളുടെ എല്ലാം എന്റെ മറ്റ് നോട്ടുകളും അതുപോലുള്ള റെക്കോർഡ്സൊക്കെ ഞാൻ സെൻഡ് ചെയ്തുകൊണ്ടിരുന്ന അശോകനായിരുന്നു. അങ്ങനെ അവൻ അത് പഠിച്ചിട്ട് പിന്നീട് അയാളെ പറഞ്ഞ അശോകൻ ഉപയോഗിച്ചിരുന്ന വാക്കുകൾ പോലും സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന ദീപനിയന്ത്രണത്തിലായി കഴിഞ്ഞാലും സ്റ്റേജിന്റെ കാര്യത്തിലൊക്കെ ഉപയോഗിച്ചിരുന്ന വാക്കുകൾ മുഴുവനും ആ രീതിയിലായിരുന്നു. പിന്നീട് അങ്ങോട്ട് എന്റെ കീഴിൽ ഒരു ദീപസംവിധായകന്റെ കീഴിൽ ദീപസംവിധായകനാകാൻ വേണ്ടി അസിസ്റ്റന്റായി വർക്ക് ചെയ്ത അശോകൻ കതിരൂർ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ദീപസംവിധായകനായിട്ട് മാറുകയാണ്. ടി വേണുഗോപാൽ സ്വാഗതവും സുരേഷ് ചെണ്ടിയാട് നന്ദിയും പറഞ്ഞു. നാടകപ്പുരയിലെ തന്നെ ശക്തി ഇപ്പം നാടകപ്പുരയെ ചലിപ്പിക്കുന്നവർ മാത്രമാണ് ഇന്നിപ്പോൾ ഉള്ളത്. നാടകപ്പുരയ്ക്ക് വലിയ ഒരു അംഗബലം ഉണ്ടെങ്കിലും ഇന്ന് നാടകപ്പുരയെ ചലിപ്പിക്കുന്നവർ മാത്രമാണ് ഇവിടെ ഈ ഒരു പരിപാടിക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ചടങ്ങിന്റെ പ്രത്യേകത കൊണ്ട് തന്നെ ഈ ഒരു പരിപാടി ഒരു മഹത്തരമായ പരിപാടിയായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ പരിപാടി പങ്കെടുത്ത നമ്മുടെ ഈ പരിപാടിക്ക് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇത് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയപ്പെട്ട ബഹുമാനപ്പെട്ട പ്രസിഡന്റ് രമ്യ ടീച്ചർ അവർക്ക് നാടകപ്പുരയുടെ നന്ദി, സ്നേഹം. ഒപ്പം ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിച്ച സുനിൽ പാൽ മാഷ്ക്ക് ഞങ്ങളുടെ നന്ദി, സ്നേഹം. ഒപ്പം സാന്നിധ്യമറിയിച്ച പ്രശസ്ത നാടകപ്രവർത്തകനായ രാജേന്ദ്രൻ തായട്ട്, ചാലക്കര പുരുഷോട്ടൻ, പിന്നെ മറ്റ് വിശിഷ്ട ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും മാഹി നാടകപ്പുരയുടെ നന്ദി അറിയിക്കുകയാണ്.